പ്രതീക്ഷിക്കാതെ രാഷ്ട്രീയത്തിലെത്തി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തലസ്ഥാന നഗരിയുടെ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയറായി ബിജെപിയുടെ ആശാനാഥ് ചുമതലയേൽക്കുമ്പോൾ അതൊരു സമാനതകളില്ലാത്ത വളർച്ചയുടെ കഥയാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനം തന്നെ തേടിയെത്തുമെന്ന് ആശ ഒരിക്കലും കരുതിയിരുന്നില്ല. കൗൺസിലർമാരുടെ യോഗത്തിലാണ് പാർട്ടി നേതൃത്വം ഈ നിർദ്ദേശം മുന്നോട്ടുവെക്കുന്നത്. അപ്രതീക്ഷിതമെങ്കിലും പാർട്ടിയുടെ തീരുമാനം ശിരസാവഹിച്ച് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഈ 30-കാരിയുടെ തീരുമാനം. ആശയുടെ രാഷ്ട്രീയ പ്രവേശനം ഒരു യാദൃച്ഛികതയായിരുന്നു. പാപ്പനംകോട് വാർഡിലെ കൗൺസിലറായിരുന്ന അമ്മാവൻ കൈമനം ചന്ദ്രന്റെ അകാല വിയോഗമാണ് ആശയെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. കാറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വെറും 35 വോട്ടുകൾക്ക് ജയിച്ച ആശ 2020 അതേ വാർഡിൽ തന്റെ ഭൂരിപക്ഷം 1012 ഉയർത്തി ഏവരെയും ഞെട്ടിച്ചു. ഇത്തവണ വാർഡ് വിഭജനത്തെ തുടർന്ന് രൂപീകരിച്ച കരുമം വാർഡിലായിരുന്നു ആശയുടെ പോരാട്ടം. സിപിഎമ്മിന്റെ അഡ്വക്കേറ്റ് സിന്ധുവിനെ 1081 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആശ 3ാം വട്ടവും കൗൺസിലിലെത്തിയത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച് 30,000-ലധികം വോട്ടുകൾ നേടിയതും ആശയുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു. രാഷ്ട്രീയത്തിനു പുറമെ മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലവും ആശയ്ക്കുണ്ട്. നീറമൻകര NSS വനിതാ കോളേജിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദവും ബിസിനസ് മാനേജ്മെന്റും കഴിഞ്ഞ ആശ ജോലിക്ക് ശ്രമിക്കുന്നതിനിടയിലാണ് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത്. യുവമോർച്ച, മഹിളാ മോർച്ച എന്നിവയുടെ ജില്ലാ സെക്രട്ടറിയായും സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കുടുംബം: മാതാപിതാക്കൾ ഗോപിനാഥൻ, സൗദ. ഭർത്താവ് ശിവകുമാർ. മക്കൾ അദ്വൈത് ശിവ, അദ്വീക. സോഷ്യൽ മീഡിയയിലും നിരവധി ഫോളോവേഴ്സുള്ള ആശാനാഥ് ഇനി തിരുവനന്തപുരം നഗരസഭയുടെ വികസന കാര്യങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന ഡെപ്യൂട്ടി മേയറാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകുന്ന ആശയ്ക്ക് വരും കാലങ്ങളിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.